കാരണം മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളും മതമേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അതുപോലെ ചില കൺസർവേറ്റീവ് സോകോൾഡ് മുസ്ലിം സംഘടനകളുമൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന, ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അവസാനം എത്തി നിൽക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കാണെന്ന് നമ്മൾ മറക്കരുത്. കാസ പോലെയുള്ള സംഘടനകൾ ഉത്ഭവിക്കുന്നതിനും അല്ലെങ്കിൽ ഭാവിയിൽ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിന് വേണ്ടി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ക്രിസ്ത്യൻ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുപക്ഷെ രൂപം കൊണ്ടേക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞത് ഒന്നുമല്ല, രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാസ പോലെ സംഘടന ഉണ്ടാവുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന അനുഭവങ്ങളെ പറ്റി സംസാരിക്കാനാണ് കാസ പോലെയുള്ള പാർട്ടി സംഘടനകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവരെ BJP-ക്കാരാക്കി എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നോക്കി ഭാവി തലമുറ പറയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വളരെ വിഷമത്തോടെ പറയാതെ വയ്യ. കാരണം മതേതരത്വം പ്രസംഗിക്കുന്ന ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഹിജാബിൻ്റെ അവസ്ഥകൾ എന്താണ്, അല്ലെങ്കിൽ പള്ളിയിലെ കന്യാസ്ത്രീകൾ ഇടുന്ന ശിരോവസ്ത്രം എന്താണ്, അവർ കർത്താവിന് സമർപ്പിച്ചിട്ട് തൻ്റെ മുടി വരെ കട്ട് ചെയ്ത് മുടി വരെ മുറിച്ച് കഴിഞ്ഞിട്ടാണ് ശിരോവസ്ത്രം ഇടുന്നത്, അതിൻ്റെ അർപ്പണം വേറെയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ഹിജാബ് തട്ടത്തിൻ്റെ ആ ഒരു സംഭവം വേറെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ അവിടെ വെച്ചുതരാം. കാര്യമുണ്ട്. എന്താണ് മുസ്ലിം സഹോദരിമാർ ഉപയോഗിക്കുന്ന ഹിജാബും സന്യാസിനികളുടെ ശിരോവസ്ത്രവും, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ വെയിൽ എന്നാണ് നമ്മൾ പറയാറ്, അതും തമ്മിലുള്ള വ്യത്യാസം? മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഭാഗമായി എല്ലാ സ്ത്രീകളും അത് അണിയാറുണ്ട്. പക്ഷേ സന്യാസിനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള സൗന്ദര്യം നൽകുന്നതായ മുടി, അത് അവരുടെ സന്യാസം സ്വീകരിക്കുമ്പോൾ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ പുണ്യങ്ങളോട് ചേർത്ത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സന്യാസിനി എന്ന നിലയിൽ പരിത്യജിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യും? ഈ മുടി മുറിക്കും. അവരുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ മുടി അവർ നശിപ്പിക്കുകയാണ്. ഈശോയെ പ്രതി സമൂഹത്തിന് നന്മ ചെയ്യാൻ ഇറങ്ങാൻ വേണ്ടി ഇവര് എടുക്കുന്ന ത്യാഗത്തിന്റെ ഒരു സാക്ഷ്യം കൂടിയാണിത്. അവരത് കളഞ്ഞതിന് ശേഷം ഈ തലയാണ് അവര് വെയിലിട്ട് മറയ്ക്കുന്നത്. ആ സന്യാസിനികൾ എല്ലാവരും അവരുടെ മുടി മുറിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരൊക്കെ മുടി മുറിച്ച് ഈ സന്യാസിനികളെ പോലെ വെയിലിട്ട് വരുമോ? ഇല്ല. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളിയോട് കാര്യം പറയാനുള്ളത്, ഈ കർത്താവിൻ്റെ മണവാട്ടി ആവുന്ന സമയത്ത് മുടി കട്ട് ചെയ്തിട്ടാണ് ഇത് ഇടുന്നത് സത്യം. പക്ഷെ അതിനുശേഷം മുടി വളർത്തുന്ന ഒരുപാട് സിസ്റ്റർമാരും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ജീവിതകാലം മൊത്തം മുടി കട്ട് ചെയ്ത് അല്ല പല സിസ്റ്റർമാരും നിൽക്കുന്നത്, അവരുടെ ശിരോവസ്ത്രത്തിൻ്റെ അടിയിൽ മുടി ഉണ്ട് എന്നുള്ളത് അറിയാം. കണ്ടിട്ടുണ്ട് പലതും. നമ്മൾ പലവട്ടം നമ്മളൊക്കെ പഠിച്ചത് ഈ പറഞ്ഞ കർത്താവിൻ്റെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിലൊക്കെ തന്നെ ആയിരുന്നു. തട്ടിട്ടവരും തട്ടിടാത്തവരും, അല്ലെങ്കിൽ എന്താ പറയുക, ശിരോവസ്ത്രം ഇട്ട സിസ്റ്റേഴ്സും ശിരോവസ്ത്രം ഇടാത്ത ചില സിസ്റ്റേഴ്സും മറ്റേ സാരിയിൽ വരുന്ന സിസ്റ്റേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇന്നലെ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പം ഇന്ന് അച്ഛനെ എല്ലാവരും കൂടെ പിടിച്ച് സംഖ്യയാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ചില കാരണങ്ങളുണ്ട് അച്ഛോ, അത് അച്ഛൻ കുറച്ചുകൂടെ സംസാരിക്കും. എന്നിട്ട് നമുക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളും മതമേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അതുപോലെ ചില കൺസർവേറ്റീവ് സോകോൾഡ് മുസ്ലിം സംഘടനകളുമൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന, ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അവസാനം എത്തി നിൽക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കാണെന്ന് നമ്മൾ മറക്കരുത്. കാസ പോലെയുള്ള സംഘടനകൾ ഉത്ഭവിക്കുന്നതിനും അല്ലെങ്കിൽ ഭാവിയിൽ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിന് വേണ്ടി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ക്രിസ്ത്യൻ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുപക്ഷെ രൂപം കൊണ്ടേക്കാം. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു സാഹചര്യങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും ചില സോകോൾഡ് സംഘടനകളും ഒക്കെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞത് ഒന്നുമല്ല, രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാസ പോലെ സംഘടന ഉണ്ടാകുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന അനുഭവങ്ങളെ പറ്റി സംസാരിക്കാനാണ് കാസ പോലെയുള്ള പാർട്ടി സംഘടനകൾ ഉണ്ടാകുന്നത്. ഈ കാസ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, കാസയുടെ അവസ്ഥ എന്താണ്? കാസ ഛത്തീസ്ഗഡിലെ ഈ പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് അടി കിട്ടി അല്ലെങ്കിൽ ജയിലിലായ സമയത്ത് കാസയുടെ നിലപാട് എന്തായിരുന്നു? അതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി സംസാരിച്ച നാട്ടിലെ സോക്കോൾഡ് മതേതരത്വം പറയുന്ന
മാർക്സിസ്റ്റ് അല്ലെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു, മതമില്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു, ഈ പറഞ്ഞ രാജ്യത്തെ ഈ പറഞ്ഞ കേരളത്തിലെ മുസ്ലിം പാർട്ടികൾ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അച്ഛൻ കുറച്ച് നേരത്തേക്ക് കണ്ണടച്ചു. അച്ഛൻ അവിടെ കാസ മാത്രമാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ക്രിസ്ത്യന് വേണ്ടി, ക്രിസ്ത്യൻ അച്ഛന്മാർക്ക് വേണ്ടി, ക്രിസ്ത്യൻ പള്ളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. കാസ ഒപ്പം കൂടിയിട്ടുള്ള BJPക്കാരും അല്ലെങ്കിൽ കാസ ഒപ്പം കൂടിയിട്ടുള്ള സംഘികളും കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ പറഞ്ഞ ഉത്തരേന്ത്യയിൽ ഈ പറഞ്ഞ പള്ളികളൊക്കെ അടിച്ചു പൊളിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് അച്ഛൻ അങ്ങ് മറന്നു കളഞ്ഞു. മറക്കണം, കാരണം ഈ കാസയോട് അനുഭാവിയായിട്ടുള്ള അച്ഛൻ അത് മറക്കുക തന്നെ വേണം, എങ്കിലേ അച്ഛൻ ഒരു നല്ല കാസക്കാരനാവാൻ പറ്റുള്ളൂ. അത് അച്ഛൻ പറയാണ്ട് ഇവിടെ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ നേതാക്കൾ വരുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് വേണം. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെടുത്ത് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ കണക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ എത്രത്തോളം വന്നു എന്നുള്ളതും അതിനെ സപ്പോർട്ട് ചെയ്ത ബിഷപ്പുമാരും അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരും അല്ലെങ്കിൽ വികാരി അച്ഛന്മാരും എല്ലാവരും പിതാക്കന്മാരും ഒക്കെ എത്രത്തോളം ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ, ക്രിസ്ത്യാനികളായിട്ടുള്ള നേതാക്കന്മാർ ആയിട്ടുള്ള ഇടപഴകൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അച്ഛൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അച്ഛൻ ഇപ്പം ചെറുതായിട്ടൊന്ന് കാസ ലൈൻ പിടിച്ചതുകൊണ്ട് അതൊന്നും കറക്റ്റ് അല്ല എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു തോന്നൽ. ഇനി അച്ഛൻ കുറച്ചുകൂടെ വളരെ സന്തോഷത്തോടെ ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ ജീവിക്കുന്ന, സാക്ഷരത പൂർണ്ണമായിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. കാരണം അതുപോലെയാണ് ചിലര് പ്രവർത്തിക്കുന്നത്. ഒരു PTA-യിൽ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങൾ പോലും അതിനെ ഇത്ര വഷളാക്കിയത് വിവേകരഹിതമായ ഭീഷണിയുടെ സ്വരം നിറഞ്ഞ പ്രിയബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രമാത്രം പറയാതിരിക്കാൻ വയ്യ, പറയണം അച്ഛോ. അച്ഛൻ അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ വിവേകരഹിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ വന്ന നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ മുമ്പ് ഇതിലോട്ട് ഭീഷണിയായിട്ട് വന്ന ചില ആളുകളുണ്ട് കേട്ടോ അച്ഛാ. അച്ഛൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകണമെങ്കിൽ, കാസാലയം പോകണമെങ്കിൽ അച്ഛൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ശിവൻകുട്ടിനെ എടുത്തിട്ടേ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പ് ഇതിലോട്ട് ചാടി വീഴുന്ന ഷൊണ്ണനെ അച്ഛൻ മറന്നു കാണും. അതായത് കാസ BJPയുടെ ഏറ്റവും നല്ല ഒരു ശിഖണ്ഡിയായിട്ടുള്ള ഷൊണ്ണനെ അച്ഛൻ മറന്നു. കാരണം ആദ്യം ഇത് പുറത്തോട്ട് എടുത്തിട്ട് സമൂഹത്തിലോട്ട് എടുത്തിട്ട് വൃത്തികേടാക്കി വൾഗറാക്കിയതിന് ശേഷമാണ് ഇതിലെ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രിയും ചാടിക്കേറി വരുന്നത് അല്ലേ അച്ഛാ. അതിന് മുമ്പ് ഈ പറഞ്ഞ കൊച്ചിൻ്റെ അച്ഛനും അല്ലെങ്കിൽ കൊച്ചിൻ്റെ വാപ്പയും വാപ്പൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ, സ്കൂൾ മാനേജ്മെൻറ്റും അവരെല്ലാവരും കൂടെ വീട്ടിൽ അല്ലെങ്കിൽ PTA-യുടെ അകത്തിരുന്ന് സംസാരിക്കുന്നതിൻ്റെ മുമ്പ് കൊച്ച് ഹിജാബ് ഇട്ട് വന്നപ്പം സ്കൂളിൽ ഭീകരാന്തരീക്ഷം വന്നു, പിള്ളേർ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലായിരുന്നു, അവിടുത്തെ പ്രിൻസിപ്പളാണ് നിങ്ങൾ കണ്ടുന്ന ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാസക്കാരിയായിരുന്നു എന്നുള്ളത് അച്ഛൻ മറക്കരുത്. അതുകൊണ്ടാണ് സ്കൂൾ അങ്ങ് അടച്ചിട്ട്, നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു ഹിജാബ് ഇട്ടൊരു കുട്ടി, വെറും തട്ടം, മുഖം മറച്ചിട്ടില്ല കേട്ടോ, തട്ടം മാത്രമിട്ട് സ്കൂളിലോട്ട് വന്ന ഒരു കൊച്ചിനെ കണ്ട് സ്കൂൾ പേടിച്ച് സ്കൂൾ മൊത്തം അടച്ചിടുന്ന ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാവാൻ നമ്മൾ ഇസ്ലാമിക് തീവ്രവാദികളുടെ ഇടയിലൊന്നും അല്ലല്ലോ അച്ഛാ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടാക്കി അതിലോട്ട് ചാടിക്കേറി മണത്തറഞ്ഞ് വന്നതോ അതോ വിളിച്ചു പറഞ്ഞിട്ടോ നമ്മുടെ ഹിന്ദുവിനെ മതം മാറ്റി കല്യാണം കഴിച്ച് വീട്ടിൽ കുത്തിയിരിക്കുന്ന നമ്മുടെ ഷൊണ്ണനാണ് അല്ലേ, ക്ലോസറ്റിനുണ്ടായ ഷൊണ്ണൻ. നമ്മുടെ പൂഞ്ഞാറിലെ ക്ലോസറ്റിനുണ്ടായ ഷൊണ്ണൻ വന്ന് ഇതിന് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഇവിടുത്തെ ഇസ്ലാം തീവ്രവാദികൾ അവരെ ആക്കി, അവിടുത്തെ ആൾക്കാരെ ഇസ്ലാം തീവ്രവാദികൾ, SDPI അവരാണ്, ഇതാണ് മറ്റതാണ്, രാജ്യത്ത് ഈ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കേണ്ടേ, ഞങ്ങൾ BJP കൂട്ടരുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ സംഘപരിവാരം നിങ്ങളുടെ കൂട്ടരുണ്ട് എന്നും പറഞ്ഞിട്ട് ആദ്യം പ്രശ്നം വഷളാക്കിയത് ഷൊണ്ണനായിരുന്നു. അച്ഛൻ കാസക്കാരനായതുകൊണ്ട് അത് മറന്നു. അച്ഛൻ ആകെ കണ്ടത് ഇതൊക്കെ ശേഷം ലാസ്റ്റിലോട്ട് വന്ന നമ്മുടെ BJPക്കാരല്ല നമ്മുടെ ശിവൻകുട്ടിനെ മാത്രമാണ് അച്ഛൻ കണ്ടത്. അതിൻ്റെ ഇടയിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ സോക്കോൾഡ് മതേതരത്തനായിട്ടുള്ള നമ്മുടെ IBയുടെ വന്നിരുന്നു കോൺഗ്രസ്സുകാരെ, അതും അച്ഛൻ അങ്ങ് മറന്നു അല്ലേ. അവരും അവിടെ നല്ല രീതിയിൽ ഒതുക്കാൻ നോക്കിയായിരുന്നു, അതും അച്ഛൻ മറക്കണം. അച്ഛൻ മറന്നാലല്ലേ നമ്മുടെ കാസാലയം പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ അച്ഛാ. കഷ്ടമുണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ക്രിസ്ത്യാനികളെ ചിതറിക്കാനായി ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അവർ ചിതറിപ്പോവെന്ന്. സഭാചരിത്രം എടുത്തു നോക്കിയാൽ അച്ഛാ, ക്രിസ്ത്യാനികൾ ചിതറണം, ഹിന്ദുക്കൾ ചിതറണം, മുസ്ലിം ചിതറണം നമ്മുടെ ആരും പറഞ്ഞിട്ടില്ല, എല്ലാം ഒരുമിച്ചാവണം. പണ്ടും നമ്മുടെ സ്കൂളുകളും പണ്ടും തട്ടവും ഹിജാബും കന്യാസ്ത്രീകളെ ശിരോവസ്ത്രമൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ. അന്നൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം ഇപ്പം എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് അച്ഛനൊന്ന് മനസ്സിരുത്തി കാസാലയും മാറ്റി അച്ഛൻ ഈ പറഞ്ഞ
സമൂഹത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ, ഒരുമിച്ച് ജീവിക്കട്ടെ, മതേതരത്വം വരട്ടെ എന്നൊക്കെ അച്ഛൻ പറഞ്ഞ, അച്ഛൻ ആ ലൈനിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അച്ഛന് മനസ്സിലാവും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് അല്ലേ. അത് അച്ഛൻ മനസ്സിരുത്തി പറയാം, കാസാലൻ പിടിക്കുക, അല്ലെങ്കിൽ അല്ല അച്ഛൻ പറഞ്ഞ പോലെ കാസനെ പോലത്തെ ഇനി ആളുകൾ വരട്ടെ എന്നാണെങ്കിൽ അച്ഛൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. അച്ഛൻ നല്ലൊരു ഒന്നാം തരം കാസ അനുയായി പ്രവർത്തകനൊക്കെ തന്നെ ആവട്ടെ. ഇനി വരുന്ന പുതിയ കാസനെ പോലത്തെ മറ്റ് ഏതെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ തലപ്പത്ത് തന്നെ അച്ഛൻ ഇരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴല്ലേ അച്ഛൻ ഈ പറഞ്ഞ പോലെ വിഘടിച്ച് നിൽക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് ഒരുമിപ്പിക്കണമെങ്കിൽ കാസ വേണം എന്ന് അച്ഛന് തോന്നിയില്ലേ? അതുപോലത്തെ മറ്റ് സംഘടനകളും അച്ഛൻ കൊണ്ടുവരിക. എന്നിട്ട് ഉത്തരേന്ത്യയിൽ അച്ഛനിട്ട് മൂട്ടിൽ അടി കിട്ടുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ സംഘപരിവാറിൻ്റെ ഇവിടെ അങ്ങനെ മെല്ലെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കിട്ടുന്ന ഫണ്ടൊക്കെ മാക്സിമം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ വിഘടിച്ച ക്രിസ്ത്യാനികളെ ഒരുമിച്ച് നിർത്താൻ നോക്കുക. അപ്പോൾ അച്ഛൻ ഓൾ ദ ബെസ്റ്റ്.